ശരിക്ക് പറഞ്ഞാൽ യാതൊരു കാരണവുമില്ലാത്ത യാതൊരു കാര്യവുമില്ലാത്തൊരു വിഷയത്തിന് വേണ്ടിയിട്ടാണ് കേരള യൂണിവേഴ്സിറ്റി ഇപ്പോൾ കിടന്ന് കളിക്കുന്നത്. ഈ കേരള സർക്കാരിന് രാഷ്ട്രീയം ഉണ്ടായിക്കോട്ടെ, ഭരണകക്ഷിക്ക് LDFന്, ഗവർണർക്കിന് രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അത് വേറെ ചർച്ച ചെയ്യണം. ഗവർണർക്ക് രാഷ്ട്രീയം ഉണ്ടായിക്കോട്ടെ ഉണ്ടാകാതിരിക്കട്ടെ, അത് വേറെ ചർച്ച ചെയ്യണം. BJP സെൻട്രൽ ഗവൺമെൻറ് ആരാണോ ഭരിക്കുന്നത്, കേന്ദ്ര ഗവൺമെൻറ് ആരാണോ ഭരിക്കുന്നത്, അവരുടെ നോമിനികളായിരിക്കും ഗവർണർമാർ. കോൺഗ്രസ് ഭരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ആളുകളായിരിക്കുമല്ലോ ഗവർണറായിട്ട് വരുന്നത്. BJP ഭരിക്കുമ്പോൾ BJPയുടെ ആളുകളായിരിക്കും. BJPയുടെ ആളുകൾ എന്ന് പറയുമ്പോൾ സംഘപരിവാറിൻ്റെ ആളുകളും ചിലപ്പോൾ ആയിരിക്കും, RSS സംഘപരിവാർ ആളുകളായിരിക്കും. അതിനിപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ജനാധിപത്യത്തിൽ കേന്ദ്രത്തിൽ BJP ഇരിക്കുന്നിടത്തോളം കാലം അത് നമ്മൾ അങ്ങനെ പറ്റൂ. പക്ഷെ അങ്ങനെ വരുന്നവർക്കും രാഷ്ട്രീയമൊക്കെ ഉണ്ടാവാം. എന്തായാലും ഈ രണ്ട് കൂട്ടരും കൂടി രാഷ്ട്രീയം കളിക്കുന്നതിൽ, അല്ലെങ്കിൽ അവർ രാഷ്ട്രീയം കളിക്കുകയാണെങ്കിൽ അതിൽ യൂണിവേഴ്സിറ്റി എന്ത് വിലച്ചു? യൂണിവേഴ്സിറ്റിയിൽ യഥാർത്ഥത്തിൽ യൂണിവേഴ്സിറ്റിയുടെ VC വയ്ക്കുന്നതോ, വൈസ് ചാൻസലർ അല്ല പിന്നെ രജിസ്ട്രാർ വയ്ക്കുന്നതോ, പ്രൊവിസി വയ്ക്കുന്നതോ, അസിസ്റ്റന്റ് രജിസ്ട്രാർ വയ്ക്കുന്നതോ ആയിട്ടുള്ള ഒരു വിഷയമല്ല. അവിടെ ഒരു സെനറ്റ് ഹാൾ വാടകയ്ക്ക് കൊടുക്കാതിരിക്കാം. സെനറ്റ് ഹാൾ വാടകയ്ക്ക് കൊടുക്കാതിരിക്കാം. പക്ഷെ വാടകയ്ക്ക് കൊടുത്തപ്പോൾ അവിടെ ഭാരതാംബയുടെ പടം വെച്ച് കൊടുക്കുമ്പം പറയാം, നിങ്ങൾ അതായത് ഹിന്ദു സഭയുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയ്ക്കാണ് കൊടുക്കുന്നത്, ഒരു കാരണവശാലും ഭാരതാംബയുടെ ചിത്രം വയ്ക്കരുതെന്ന് വാക്കാൽ പറയാം. അവിടെ എഗ്രിമെന്റിൽ ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലും മതപരമായ കാര്യങ്ങൾ കൊടുക്കില്ല എന്നാണ് എഗ്രിമെന്റ്. അല്ലെങ്കിൽ മതചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഭാരതാംബ മതചിഹ്നമാണോ രാഷ്ട്രചിഹ്നമാണോ എന്നൊക്കെയുള്ള തർക്കം നടക്കുന്ന സമയത്ത് ഇത് രജിസ്ട്രാർക്ക് അറിയാമല്ലോ ഇതിലേക്ക് ഇങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ രജിസ്ട്രാർ എന്ത് ചെയ്യണമായിരുന്നു? അവരോട് പറയണം, നിങ്ങൾക്ക് തരാൻ പറ്റില്ല. അവർ വേറെ എവിടെയെങ്കിലും കൊണ്ട് പരിപാടി നടത്തുമായിരുന്നു. അവർ സെനറ്റ് ഹാൾ മാത്രമേ ഉള്ളൂ തിരുവനന്തപുരത്ത്. എത്രമാത്രം വലിയ വലിയ ഹാളുകൾ നടക്കുന്നു. അവരെവിടെ അല്ലെ വലിയ ഹാൾ കെട്ടി നടത്തട്ടെ. അതിനെന്തായിരുന്നു ഇവർ കുഴപ്പം? ഇവർ ഹാൾ കൊടുക്കുന്നു, പിന്നെ VCയും പിന്നെ രജിസ്ട്രാറും തമ്മിൽ ബന്ധമില്ലാതെ ഉത്തരവുകൾ ഇറങ്ങുന്നു. അത് ഗവർണർ വരരുതെന്ന് പറയുന്നു, വലിയ സംഘർഷം ഉണ്ടാകുന്നു. SFI അവിടെ കയറ്റരുതെന്ന് പറയുന്നത് വലിയ പ്രശ്നം. DYFI ഏറ്റെടുക്കുന്നു. എന്താണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം? യാതൊരു കാര്യവുമില്ലാത്തൊരു അടിസ്ഥാന പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത്. അവസാനം എന്ത് പറ്റി? വന്ന് എന്ത് പറ്റി? പിന്നെ VC ടൂർ പോയിരിക്കുന്നു, റഷ്യയിലോ മറ്റോ പോയിരിക്കുന്നു. നമ്മുടെ മോഹൻ കുന്നമേൽ ഒറിജിനൽ VC പോയിരിക്കുന്നു. ഉടനെ അടുത്ത VC ഡോക്ടർ സിസ തോമസിന് ചാർജ് വരുന്നു. അവർ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്നു. സിൻഡിക്കേറ്റ് യോഗം ചേരുന്നു. പെട്ടെന്ന് ചേരണമെന്ന് പറയുന്നു. അങ്ങനെ സിൻഡിക്കേറ്റ് യോഗം ചേരുന്നു. സിൻഡിക്കേറ്റ് യോഗത്തിൽ വെച്ച് എന്ത് സംഭവിക്കുന്നു? അവിടെ അജണ്ട കഴിഞ്ഞപ്പോൾ, ആദ്യത്തെ അജണ്ട കഴിഞ്ഞപ്പോൾ ഒരു അജണ്ടയോ ഉണ്ടായിരുന്നു. ആദ്യത്തെ അജണ്ടപ്പോൾ VC പോകുന്നു. VCയുടെ അസാന്നിധ്യത്തിൽ മീറ്റിംഗ് കൂടുന്നു. അത് നിയമപരമല്ല എന്ന് VC പറയുന്നു, നിയമപരമാണെന്ന് സിൻഡിക്കേറ്റ് പറയുന്നു. അങ്ങനെ സിൻഡിക്കേറ്റ് എടുക്കുന്ന തീരുമാനപ്രകാരം രജിസ്ട്രാർ വന്ന് ചാർജ് എടുക്കുന്നു. ഉടനെ അപ്പോൾ തന്നെ ഡെപ്യൂട്ടി രജിസ്ട്രാറിനോട് ചാർജ് കൊടുക്കുന്നു. നമ്മുടെ VC അദ്ദേഹം ലീവിൽ പോകുന്നു. അസിസ്റ്റന്റ് രജിസ്ട്രാർ ഡോക്ടർ മിനിക്ക് ചാർജ് കൊടുക്കുന്നു, പ്ലാനിങ്ങിന്റെ ചുമതലയുള്ള. എന്താണിത് നടക്കുന്നത്? ഇതെല്ലാം കൂടെ ഗവർണർ റിപ്പോർട്ട് ചോദിക്കുന്നു. ഗവർണർക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു. ഉടനെ ഗവർണർക്ക് നിയമോപദേശം കിട്ടുന്നു. വേണമെങ്കിൽ സിൻഡിക്കേറ്റ് തന്നെ പിരിച്ചുവിടാം, അതാണ് ഏറ്റവും കടുകട്ടി നിയമം. അല്ലെങ്കിൽ അവിടെ രജിസ്ട്രാറെ പിരിച്ചുവിടാം. VCക്ക് ഒരുപാട്, ചാൻസലർ എന്നുള്ള നിലയിൽ ഗവർണർക്ക് ഒരുപാട് അധികാരമുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? ഞാൻ പറയട്ടെ, പരീക്ഷാക്കാലമാണ്, സെമസ്റ്റർ സിസ്റ്റമാണ് നമ്മുടെ നാട്ടിലുള്ളത്. കേരള യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഏറ്റവും വളരെ പഴക്കമുള്ള, രാജാവിൻ്റെ കാലത്ത് തുടങ്ങിയിട്ടുള്ള വളരെ പഴക്കമുള്ള യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി. ആ കേരള യൂണിവേഴ്സിറ്റിയിൽ ഇത്തരത്തിലുള്ള ചക്കളത്തെ പോരാട്ടം എല്ലാം മതിയാക്കി ഭാരതാംബയെ വയ്ക്കാതിരിക്കുക, അതൊക്കെ നിങ്ങളുടെ വേറെ വിഷയം. അത് നിങ്ങൾ മറ്റ് ഫോറങ്ങളിൽ ചർച്ച ചെയ്തോളൂ. യൂണിവേഴ്സിറ്റി കുട്ടികൾ എന്ത് പഠിച്ചു? അവിടെ ഒരാളിന് ഒരു കാര്യം തിരക്കി പോകാൻ പറ്റത്തില്ല. പോലീസും പട്ടാളവുമായിട്ട് അവിടെ കിടക്കുന്നു. അവിടെ VCക്ക് വരാൻ പറ്റുന്നില്ല. ആര് VC ആയാലും, VC ഒരാളും നമ്മുടെ ബന്ധുവൊന്നുമല്ല. ആരവിടെ VC വന്നാലും VCക്ക് വരാൻ പറ്റുന്നില്ല. അവിടുത്തെ സംവിധാനങ്ങൾക്ക് വരാൻ പറ്റുന്നില്ല. VCക്ക് പോയി ഫയൽ എടുക്കാൻ പറ്റുന്നില്ല. സിൻഡിക്കേറ്റ് രണ്ടായി നിൽക്കുന്നു. BJP അംഗങ്ങളും കുറേ പേരുണ്ട്. BJP നോമിനേറ്റ് ചെയ്ത്, കഴിഞ്ഞ ഗവർണർ നോമിനേറ്റ് ചെയ്ത്, ആരിഫ് ഖാൻ നോമിനേറ്റ് ചെയ്ത കുറച്ച് പേരുണ്ട്. അവർ BJP കളിക്കുന്നു, മറ്റവർ CPM കളിക്കുന്നു, പിന്നെ സെനറ്റ് കളിക്കുന്നു. എന്താണ് നടക്കുന്നത്? ഒരു സംവിധാനത്തിൽ നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഒന്നാമതാണ് വിദ്യാഭ്യാസത്തിൽ നിന്നും ഉറഞ്ഞു തള്ളുകയും തുള്ളുകയും 12 സർവകലാശാലയ്ക്ക് VCമാരില്ലാതിരിക്കുകയും ചെയ്യുന്ന കാലത്ത് ഒരു ചാർജ് VC വന്നാൽ പോലും കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ കുട്ടികളുടെ ഭാവിയിട്ട് പന്താടരുത്. ഇപ്പം തന്നെ നല്ലൊരു ശതമാനം മക്കളുകളും വിദേശത്ത് പോയി. ബാക്കിയുള്ളവരെ കൂടെ പറഞ്ഞു വിടരുത്. കോളേജുകൾ പൂട്ടേണ്ടി വരും, പരീക്ഷകളില്ലാതാവും, വൃദ്ധന്മാരുടെ നാടാവും കേരളം. ഇത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ്, ഒരു സാമൂഹ്യ വിഷയമാണ്. അടിയന്തരമായി ഇതിനകത്ത് ബന്ധപ്പെട്ടവർ, മുഖ്യമന്ത്രി ഓൺലൈനാണെങ്കിലും കാര്യങ്ങളൊക്കെ ഇടപെടാമല്ലോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി വന്നാലുടൻ അടിയന്തരമായി ഗവർണറും മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി യൂണിവേഴ്സിറ്റി പ്രശ്നം രമ്യമായി പരിഹരിക്കേണ്ടത് കോടിക്കണക്കിന്, ലക്ഷക്കണക്കിന്, ആയിരക്കണക്കിന് വിദ്യാർത്ഥിനികളുടെ ഭാവി തുലാസിലാകാതിരിക്കാൻ അത്യാവശ്യമാണ്.